ശശി മയലിൽ, മലായി, ശ്രീ ആഷിഖ് ചെലവൂർ, ശ്രീ ഗിരീഷ്, ശ്രീ ജോർജ് എം തോമസ്, ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരൻ, ഇതിൽ MLA-യോട് പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല. ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ് നാട്ടെ എങ്ങനെ നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. അതിന് കൂട്ടായിട്ടുള്ളൊരു സഹകരണമാണ് വേണ്ടത്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥ, ഒട്ടേറെ പേർ താമസിക്കുന്ന ഒരു വലിയ ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പം നമുക്കറിയാം, നഗരങ്ങളിൽ നിന്ന് ആളുകൾ മാറി മാറി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ സ്ഥലങ്ങൾ, പല പാടങ്ങളും തന്നെ ഇപ്പോൾ നമുക്ക് കാണാനില്ല. അപ്പോൾ തീർത്ത് വീടുകളായിട്ട് മാറിയിരിക്കുന്നു. കെട്ടിടങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം, നാടും നഗരവും തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ഇപ്പോൾ ഗ്രാമങ്ങൾ എന്ന് പറയാവുന്ന ഒരു സ്ഥലം ഇപ്പം നമുക്കില്ല എന്നുള്ളതാണ്. അതുമല്ല, ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത, ഒരു വീടും ഇല്ലാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ പോകണമെങ്കിൽ ഗതാഗത സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വേറൊന്ന്, ജംഷീറിനെ പോലെയുള്ളൊരു കൗൺസിലറാണ് നമുക്ക് വേണ്ടത്. അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട്, എന്താണ് പ്രശ്നം, ഇവിടെ ഈ സംഭവം ഉണ്ടായ ഉടനെ എന്നെ വിളിച്ചു വരുത്തിച്ചു, എന്നെ ഇതൊക്കെ കാണിച്ചു, എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു. ആവശ്യമായ ഫണ്ട് വകയിരുത്തി കൊടുത്തു. ആദ്യം ഇത് രണ്ടു കൊണ്ടേയിരുന്നു. റെഡിൽ 10 ലക്ഷം റുപ്യ ഇവിടെ അനുവദിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഡ്രൈവ് ഇതാക്കണം എന്ന് പറഞ്ഞു. പിന്നെയും തീർന്നില്ല. ജംഷീർ പിന്നെയും നടക്കുക, ബാക്കിയുള്ള വഴിയും കൂടെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ 30 ലക്ഷം റുപ്യ വന്നത്. ജംഷീർ ഒരു 10 തവണയെങ്കിലും ഒരു പരിപാടിക്ക് ഒരു ആശുപത്രി വേണ്ടിയിട്ട് ഓഫീസിൽ കയറിയതാണ്. അപ്പോൾ ഞാനെടുത്ത സമയം നോക്കിയിട്ട് അദ്ദേഹം അറിയിച്ചു. അങ്ങനെയുള്ള ഇടപെടലുകളാണ് സത്യത്തിൽ വേണ്ടത്. കൃത്യമായിട്ട് ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ചെയ്തേ മതി. നമുക്കെല്ലാം ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മൾ ഏറ്റവും മുന്നിൽ പരിഗണന കൊടുക്കുന്നത് വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ളത് ഗതാഗതം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ വാഹന സൗകര്യങ്ങളില്ലാതെ നമുക്ക് പരമാവധി എല്ലാ വീടുകളിലും, ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാറ് തന്നെയുണ്ട്. 2 വീലറായിരുന്നു. പണ്ട് സൈക്കിളായിരുന്നു ഒരു കാലത്ത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതായിരുന്നു. സൈക്കിളുള്ള ആൾ തന്നെ വലിയ ആളായിരുന്നു. പിന്നീട് അത് 2 വീലറായിട്ട് മാറി നമ്മളെ മോട്ടോർ സൈക്കിളുകളായി. ഇപ്പം കാറിലേക്ക് എത്തി. ഇപ്പം കാറ് വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. EMI എല്ലാവരും ഇങ്ങനെ ഓഫർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വാങ്ങി കുടുങ്ങിയ ഒരുപാട് പേരുമുണ്ട്. ഗതികെട്ട് 107 ഉറുപ്പിക ഇടയ്ക്ക് കൊടുക്കണം പെട്രോൾ അടിക്കണമെങ്കിൽ. കാരണം വാങ്ങാൻ സുഖമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ചിലവാണ്. EMI അടയ്ക്കും വേണം, പെട്രോളിൻ്റെ പൈസയും കണ്ടെത്തണം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സഞ്ചരിക്കാനുള്ള സൗകര്യപ്രദമായ വഴി വേണം. എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ അത്യാവശ്യം നമ്മുടെ മതിലൊക്കെ കെട്ടുമ്പോൾ ലേശ സ്ഥലമൊക്കെ വിട്ടിട്ട് നമുക്ക് വളരെ സങ്കുചിതമായ മനോഭാവം പല ഭാഗത്തും. ഞാൻ ഒരുപാട് കാലം കോർപ്പറേഷനിലിരുന്ന ഒരാളാണ്. പല സ്ഥലത്തും എനിക്ക് അനുഭവമുണ്ട്. നമുക്ക് എല്ലാവർക്കും പോകും, നമ്മൾ ആരും പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകില്ല. അതൊക്കെ അവിടെ ഇട്ടേച്ചിട്ട് ഒന്നും വേണം. അപ്പോൾ ഒരു ആംബുലൻസ് വരണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിലോ അപ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയാം. എത്രയോ സ്ഥലത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും എതിർത്തവരാണ് ഏറ്റവും അത് ഉപയോഗപ്പെട്ടിട്ടുള്ളത്. ഒരു തരത്തിലും സമ്മതിക്കാതെ നിന്നിട്ടുള്ള പല ആളുകളെ എനിക്കറിയാം. നല്ല വിവരമുള്ള ആളുകൾ, പണമുള്ള ആളുകൾ ചിലപ്പോൾ സമ്മതിക്കില്ല. ആർക്ക് പോകാനാണ്, എന്താണെന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയാണ്. അതിൽ വ്യത്യസ്തമായി നമ്മളെല്ലാവരുമാണിത്. എല്ലാവർക്കും പോകണം. ഒരു വീട്ടുകാരനായാലും, ഞാൻ കൗൺസിലറായിരുന്ന കാലത്ത് എൻ്റെ വാർഡിലൊക്കെ ഒരു വീട്ടിലേക്ക് പോലും റോഡിലായിക്കോട്ടെ, അയാളുടെ അവകാശം, അയാൾക്ക് അവകാശമുണ്ട്. അയാൾ ഈ നാട്ടിൽ ജീവിക്കുന്നുമല്ല. ഈ കാഴ്ചപ്പാട് നമുക്ക് വേണം. അതിന് ഇടുങ്ങിയ ചിന്താഗതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് എല്ലാവർക്കും അതിൻ്റെ സൗകര്യം കിട്ടേ. റോഡ് വരുന്നതോടുകൂടി നമുക്കറിയാം, സ്ഥലത്തിൻ്റെ വിലയിൽ തന്നെ വലിയ മാറ്റം വരും. എന്തെങ്കിലും കാരണവശാൽ കൃഷിയേണ്ടി വന്നാൽ വലിയ വില കിട്ടുന്ന അവസ്ഥയുണ്ട്. നമ്മളതിനൊന്നും കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പോരായ്മ. അവിടെ ഒട്ടേറെ, ഞാനിപ്പോൾ 4:30 മണിക്ക് നടക്കേണ്ടതായിരുന്നു.
പ്രസൻറ്റേഷൻ സ്കൂളിൽ ബിഷപ്പ് മുമ്പിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഇപ്പം നേരം വൈകരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ജംഷീറിനോട് കൂടെ പറഞ്ഞ് 6 മണിയാക്കിയതാണ്. പക്ഷെ അവിടെ ഇപ്പോഴും പരിപാടി തുടങ്ങിയിട്ടില്ല. അതിനാക്കി ഞാൻ പറഞ്ഞു ഇവിടെ നാട്ടുകാർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, ഞാൻ പോകാൻ ഞാൻ പിന്നിൽ കൂടി ഇറങ്ങി പോകുന്നതാണ് ഞാൻ. കാരണം അവരോട് പറഞ്ഞ് ഞാൻ പിന്നീട് നോക്കിയിട്ട് പറ്റെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കൃത്യമായിട്ട് ഒരു പരിപാടി നടത്താൻ ആൾക്കാരും അങ്ങനെ മതി എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്താ ചെയ്യാം, എനിക്കാണ് നിർബന്ധമുണ്ട്. ഞാൻ സമയം അങ്ങേയറ്റം പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പലപ്പോഴും സാധിക്കാതെ പോകും. പക്ഷേ രാത്രി ഇരുട്ടായാലും വേഗം 6 മണിയൊക്കെ ആകുമ്പോഴത്തേ എന്നെ പെറ്റാവുന്ന അവസ്ഥയുണ്ട്. കാലത്ത് അതേമാതിരി 6:30 മണിയോളം വിളിക്കാവുന്നത്. അന്ന് 5:45 ആകുമ്പോഴത്തേ വിളിക്കാവുന്നു. അവസ്ഥയല്ല, കാലാവസ്ഥയിൽ തന്നെ വലിയ വ്യതിയാനം വന്നിട്ടുണ്ട്. ഏത് സമയത്തും നമുക്ക് മഴ പെയ്യാനും വലിയ കടുത്ത വരൾച്ചയ്ക്ക് നേരിടാൻ സാധ്യതയുണ്ട് എന്നിപ്പോൾ പറയുന്നു. അതിനൊക്കെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു കാലഘട്ടമാണ്. കാരണം മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിൽ പെടുന്നതാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വികസനം വരാൻ പോകുന്നത് ഇപ്പോൾ ഈ റോഡിലാണ്. മാനാഞ്ചിറ വെള്ളിമാട് പോകുന്ന റോഡിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് 150 കോടി ഉറുപ്പിയാണ് അക്വിസിഷൻ മതം നിർവഹിച്ചത്. ഇപ്പം 155 കോടി ഉറുപ്പിക കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോകാം. വളരെ 1-2-3-4 സ്ഥലത്ത് മാത്രം കേസായിട്ട് നിൽക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഇപ്പം കേസ് നിർത്തിക്കൊണ്ട് തന്നെ നമ്മളതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം എല്ലാം നീക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. കാരണം എത്രയും വേഗം അതിനോട് അനുബന്ധിച്ച് ഇതിൻ്റെ വെള്ളിമാട് നിന്നത് ഇപ്പം മുഴുവൻ 266 ഈ റോഡും പ്രധാനപ്പെട്ട റോഡായി മാറുന്നുണ്ട്. അതിലേക്കൊക്കെ വന്നു ചേരുന്ന ഒട്ടേറെ ഇതേപോലെയുള്ള വഴികളുണ്ട്. നമുക്ക് അതിനൊക്കെ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി കഴിയണം. അതുമല്ലപ്പെട്ട കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ചെറിയ പഴയ രീതിയിലുള്ള എങ്ങനെയെങ്കിലും നമുക്ക് വഴിയിൽ പോകുമെന്നുള്ളതല്ല. പതിവും BMDC ഒക്കെ ചെയ്ത് ഒട്ടേറെ റോഡുകൾ സെൻട്രൽ സ്കൂളിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ 3-4 സ്കൂളുകളിലാണ്. ഇവിടെ നിന്ന് പോയി നോക്കാൻ കാണാം. സൈഡിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ തന്നെ അതിന് പോകാൻ തോന്നുന്നത് റോഡും കൂടെ ഓടിച്ച് പോകാൻ വേണ്ടി. BMDC ചെയ്തത് ഈസ്റ്ററിലൂടെ അതേമാതിരി ഇപ്പം ചെയ്ത് പണി തുടങ്ങി. ഒട്ടേറെ പ്രവൃത്തികൾ ശരിക്കും പറഞ്ഞാൽ വികസനത്തിൽ ഒരു കാലഘട്ടത്തും ഇല്ലാത്ത പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല. ഒരവസ്ഥ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം. ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്. കിഫ്ബിയിലൂടെ നമുക്കത് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ നമുക്കൊരു കാലഘട്ടത്തിൽ ആലോചിക്കാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പ്രവൃത്തികൾ ഇത്തരം എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും കിഫ്ബിന്ന് ആവശ്യമായ തുക അനുവദിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഇപ്പം നിന്നുപോയിട്ടുള്ളൊരവസ്ഥയാണ്. കേന്ദ്രം കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ചെറിയ വിഷമമല്ല നമ്മുടെ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വികസനത്തിന് വേണ്ടി മാത്രമാണ്. നാടിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംസ്ഥാനങ്ങൾ. അതൊന്നും കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പക്ഷെ കുറേയൊക്കെ ആളുകൾക്ക് ഇക്കാര്യത്തിലൊക്കെ ബോധം വന്നിട്ടുള്ളൊരു വാസ്തവമാണ്. അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമുണ്ട്, അവർ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവൃത്തി വളരെ എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും പ്രവൃത്തികൾ നടത്തുമ്പോഴൊക്കെ പല സ്ഥലത്തും തടസ്സങ്ങളോട് എത്തിക്കപ്പെട്ടുള്ള സമയമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾക്കൊപ്പം അത് പൂർത്തിയായിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകളോട് സഹകരിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ട് അതിനെ അംഗീകരിക്കുക എന്നല്ല നമ്മൾക്ക്. കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കൂടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുന്നതാണ്. അപ്പം അതിൽ നല്ല സഹകരണം കിട്ടിയിട്ടില്ല. ഒന്നാമത് അതിൽ മിടുക്കനായിട്ടുള്ളൊരു കൗൺസിലർ ഉണ്ടായിട്ടുള്ളത് വലിയ സന്തോഷമാണ്. ഇനി ഒരുപാട് പ്രവൃത്തികൾ ഈ ഭാഗങ്ങളിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുകളും നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കതെങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്ത് പൂർണ്ണ സഹകരണം ഉണ്ടാകും. നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ നാട് നമ്മുടെ ആളുകളാണ് മൊത്തം. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് കാണിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരും പങ്കാളികളാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളാകും. ആർക്കും അതിൽ ഒരു വ്യത്യാസവുമില്ല. ആ കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഒരു നല്ല സ്ഥിതിവിശേഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്.
എന്തായാലും കൂടുതൽ പ്രവൃത്തികൾ ഇനിയും നടത്തിക്കൊണ്ട് നമുക്ക് വലിയ മാറ്റം നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അതിന് എല്ലാവരോടും സഹകരണത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ എം.എൻ. സത്യാർത്ഥി റോഡിൻ്റെ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഈ ഔപചാരികമായ ഉദ്ഘാടനമാണോ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ച് അറിയിച്ചു. ചെറിയ സമയം ചുരുക്കിക്കൊണ്ടുള്ള ആശംസകളാണ്. അപ്പോൾ എല്ലാവരും കൂടെ പ്രാതിനിധ്യം എന്നുള്ള നിലക്ക് ആദ്യമായി BJPയുടെ പ്രതിനിധി മാലായി ശശികേട്ടനാണ് രണ്ടു വാക്ക് സംസാരിക്കുന്നത്. ആദരണീയനായ അധ്യക്ഷൻ, 17 വാർഡ് കൗൺസിലർ CM ജംഷീർ, പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ബഹുമാന്യനായ MLA രവീന്ദ്രേട്ടൻ, മുൻ കൗൺസിലർമാരായ കോയക്ക, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, നല്ലവരായ സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ റോഡിൻ്റെ ഏറ്റവും വലിയൊരു ഉപഭോക്താവാണ് ഞാൻ. ചളിയായാലൊക്കെ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇതിൻ്റെ ഈ നവീകരണത്തിന് നമുക്കറിയാം, നമ്മൾ ആവശ്യപ്പെട്ടത് എന്തും നമുക്ക് ഇതുവരെ ചെലവൂരിന് തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA തോട്ടത്തിൽ രവീന്ദ്രൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ നാട്ടുകാരെ, നമുക്കറിയാം നമ്മുടെ ഈ വാർഡിൽ അടുത്തുകൊണ്ട് തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊക്കെ ലിങ്ക് റോഡ് എന്ന് പറയുന്ന, അതായത് ബൈപ്പാസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് സത്യാർത്ഥി റോഡ്. ഈ സത്യാർത്ഥി റോഡിൻ്റെ വികസനം എന്ന നിലക്ക് തന്നെ വലിയൊരു ഫണ്ട് വെച്ചിട്ടാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു റോഡ് റീടാർ ചെയ്ത് പോകുന്ന ഇതിൽ ഉപരി ഇതിൻ്റെ പ്രത്യേക ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പ്രത്യേകമായി ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെ അതിന് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായിട്ടുള്ള MLA ആണ്. നമ്മൾ കേരളത്തിലൊക്കെ തന്നെ ഇതുവരെ കാണാത്ത, 7 വർഷമായി ഇതുവരെ കാണാത്ത അടിസ്ഥാന സൗകര്യ വികസനം നമ്മളൊന്നും മനസ്സിൽ പോലും കാണാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും പ്രത്യേകം ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജംഷീർ, നമ്മുടേത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവറുകളെ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇങ്ങനെയൊരു ഉദ്ഘാടനമുണ്ട്. തീർച്ചയായും ഈ MN സത്യാർത്ഥി റോഡിൻ്റെ കാര്യം തന്നെ ഇവിടെ കോയക്ക സൂചിപ്പിച്ചതുപോലെ മുൻ കൗൺസിലർമാരുടെ കാലയളവിലൊക്കെ നേരത്തെ കൗൺസിലറുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ എല്ലാ കൗൺസിലർമാരും അവരവരുടെ ഫണ്ടുകൾ